ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സനെ അപമാനിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനൊരുങ്ങി കോൺഗ്രസ്. നഗരസഭാ ചെയർമാനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കോൺഗ്രസ് മണ്ഡലം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ നഗരസഭാ ചെയർമാൻ MP ജാക്സനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ചെയർമാനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കല്യാൺ സിൽക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ MP ജാക്സനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചിരുന്നു. MP ജാക്സൺ സംസാരിക്കുന്നതിനിടെ പ്രതിഷേധക്കാർ കൂക്കി വിളിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നഗരസഭാ ചെയർമാനെതിരെയുള്ള പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. നിലവിൽ MP ജാക്സൺ ITU ബാങ്കിന്റെ ഒരു ചുമതലയുമില്ല. എന്നാൽ UDF ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനായ അദ്ദേഹത്തെ പൊതുവേദികളിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി പ്രവർത്തകർ പ്രതികരണമുണ്ടാകും. ഇത് സംഘർഷത്തിന് കാരണമാകുന്നതാണ്. ITU ബാങ്കിലെ നിക്ഷേപകരെ കൂട്ടുപിടിച്ച് ചില വ്യക്തികൾ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. നിലവിൽ ബാങ്കിന്റെ ഭരണ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നതല്ലാതെ നിക്ഷേപകരുടെ ആശങ്ക മാറ്റാൻ ശ്രമിക്കുന്നില്ലെന്നും ജനാധിപത്യപരമായ സമരങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ സോമൻ ചിറ്റേത്ത്, അബ്ദുൽ ഹഖ്, ചിന്ത ധർമ്മരാജൻ, PC വർഗീസ്, ജോമോൻ മണ്ണാത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാർട്ടി അപമാനിക്കാനോ അവഹേളിക്കാനോ പാർട്ടി നേതാക്കളെ ആവശ്യമില്ലാതെ അവഹേളിക്കാനോ വന്ന പാർട്ടി കയ്യും കെട്ടി മിണ്ടാണ്ട് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന ഇനി ധരിക്കണ്ട എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ഈ യോഗം വിളിച്ചു. MP ജാക്സൺ ഇപ്പോൾ ITU ബാങ്കിൻ്റെ ആരുമല്ല, ഇത് സാങ്കേതികമായിട്ടല്ല ആരുമല്ല എന്ന് പറയുന്നത്. നിയമപരമായിട്ടും MP ജാക്സന് ITU ബാങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. MP ജാക്സൺ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഭൂരിപക്ഷം കിട്ടി, UDFന് ഭൂരിപക്ഷം കിട്ടി മുനിസിപ്പൽ ചെയർമാനായതാണ്. ഒരാളുടെയും ഔദാര്യത്യമോ മുനിസിപ്പൽ ചെയർമാനായതൊന്നുമല്ല.